സാറിൻ്റെ പ്രധാന ശിഷ്യനായ ഡയറക്ടർ കമൽ ഇവിടെ സാറിനെ കാണാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ ആത്മാർത്ഥമായ കുട്ടികളാണ് അവരൊക്കെ, എൻ്റെ ഭരതനൊക്കെ. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സ്നേഹമാണ് എനിക്ക് കാര്യം. നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ കമലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കമൽ. നമ്മൾ ഈ സമാഗമം എന്ന് പറയുന്ന പ്രോഗ്രാമിന് അതിനൊരു ക്യാപ്ഷൻ പറയുന്നത് സർഗധനരായ മഹാരഥന്മാരുടെ ഗതകാല സ്മരണകളുടെ സംഗമം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ആ സമാഗമം എന്ന വാക്കിനൊരു ശരിക്കും നല്ലൊരർത്ഥം. ദിവസങ്ങളിൽ ഒരു ദിവസമാണിന്ന്. സാറിൻ്റെ ശിഷ്യഗണങ്ങൾ സാറിനേക്കാളും പ്രശസ്തരായി അറിയപ്പെടുമ്പോൾ അല്ലേ സാർ ഒരുപാട് സന്തോഷിക്കാറുണ്ടെന്ന് പറയായിരുന്നു. സാർ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചത് ഭരതേട്ടനെയും കമലിനെയാണ്. ശരിക്കും പറയണമെങ്കിൽ സിനിമയിൽ വരാനുള്ളൊരു മോഹങ്ങളിൽ പ്രധാനപ്പെട്ടത് പി എൻ മേനോൻ, ഐ വി ശശി ഒക്കെ അങ്ങനെയുള്ള സുകുമാർ സാർ അങ്ങനെയുള്ള ചില പേരുകളാണ് സിനിമ മോഹം ഉണ്ടാകുന്നതന്നെ. സംവിധാന രംഗത്തേക്ക് കിടക്കണമെന്നൊക്കെ തന്നെ തോന്നി. ഞാൻ ത്രാസം എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം, അതിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മദ്രാസിൽ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് ചെന്നപ്പോഴാണ് മേനോൻ സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞാൻ ആദ്യം സാറിനെ കാണുന്നത്, സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ശാരദ സ്റ്റുഡിയോയിൽ ദേവതയെന്ന് പറഞ്ഞിട്ട് സാറിന് തമിഴ് പടം ഡയറക്റ്റ് ചെയ്തായിരുന്നു അല്ലേ? ആ ദേവതയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തമിഴ് ചെന്നാണ്. അന്നേരം സാറിനെ പരിചയപ്പെടണം. അന്ന് ബക്കർജി, പി എ ബക്കർ, പിന്നെ ജോൺ അബ്രഹാം, അങ്ങനെ കുറേ അവരൊക്കെ അതൊരു വല്ലാത്തൊരു ഗ്യാതറിംഗ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരുടെ കൂടെ അവരൊരു എന്താ പറയുക വാലായിട്ട് ഇങ്ങനെ ചെന്നിട്ടാണ് സാറിനെ കാണുന്നത്. സാറിനെ അതിനെ ആരാധനയോടുകൂടി നോക്കി തന്നു. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം സാർ അന്നും ഏകദേശം ഇതേപോലെ ഇരുന്നു. വെളുത്ത താടി മുടിയൊക്കെ ഉണ്ട്. എത്രയോ വർഷം, 10-20 വർഷം, 25 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോഴും സാർ ഇങ്ങനെ ആയിരിക്കും. ഞാൻ സാറിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു. എന്നും സാറിൻ്റെ വീട്ടിൽ പോകും. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് സാറിൻ്റെ വീട്ടിൽ. ഇന്നും എന്ന ഭക്ഷണത്തിൻ്റെ രുചി എൻ്റെ അല്ലാതെ ഒരു കുടുംബമായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു. ഞാൻ അന്ന് പടം എടുക്കുന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ് വന്നു, മലമുകളിലെ ദൈവം. ആ സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വായിച്ചിട്ടപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ്. അപ്പോൾ കമലിൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കമലിനോട് പറഞ്ഞു, കമല ഒന്ന് നോക്കത്, ഇതിങ്ങനെയുണ്ടൊരു സബ്ജക്റ്റ്, ഇത് എനിക്ക് എടുക്കാൻ മനസ്സിലാവില്ല. കൽപ്പറ്റ ബാലകൃഷ്ണൻ, അതന്നെ കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ റൈറ്ററൊക്കെ ചെയ്താണ്. നല്ല സാധനമായിരുന്നു. അത് കമൽ വായിച്ച് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, സാർ ഇത് എടുത്തോളൂ, നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് എന്നെ ചെയ്യിപ്പിച്ച ഒരാളാണ്. അതിനാണ് എനിക്ക് നാഷണൽ അവാർഡെല്ലാം വന്നത്. അതിന് കമലാണ് ഒരു കാരണം. മാത്രമല്ല എൻ്റെ വീട്ടിലും അറിയാം, എൻ്റെ മാതിരിയുള്ള ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു ഗ്രേറ്റ് കുട്ടിയായിട്ട് എൻ്റെ അമ്മ, എൻ്റെ വൈഫ് പറയും, നല്ലൊരു മോൻ മകൻ്റെ സ്വഭാവമായിരുന്നു, ഒരു ഫാമിലി മെമ്പറായിരുന്നു. ഞാൻ കമലിനെ പറ്റി പുകഴ്ത്തി പറയല്ല, മനസ്സിൽ നിൽക്കാത്തോട് പറയാണ്. ഓരോ ഷോട്ടുകളും പ്യുവർ സിനിമാറ്റിക് ഇൻ ദ വേൾഡ് സിനിമയുടെ പെർഫെക്ഷനിലെത്തിയിട്ടുള്ളതാണെന്ന് പലരും എന്നോട് അഭിപ്രായപ്പെട്ട് ഞാനും കണ്ടിട്ടുണ്ട് ആ പടം. സ്നേഹവും വാത്സല്യവും കൊണ്ട് മക്കളെന്തെങ്കിലും ചെയ്താലും നമ്മൾ ഒരുപാട് നല്ലതാണ് നമുക്ക് തോന്നുന്ന പോലെ. ഇന്റർനാഷണൽ ടേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അന്ന്. ഇപ്പോൾ ശ്രീ ബാലു മഹേന്ദ്രൻ പറയുകയുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും സിനിമയ്ക്ക് മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയൊക്കെ ഒരു ഗന്ധം വേണമെന്നാണ് പറയുന്നത്. അല്ല, വെരി നാച്ചുറൽ സിനിമകളായിരിക്കണം നമ്മളങ്ങനെ. കമലിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മേനോൻ സാറിൻ്റെ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറയണമെങ്കിൽ അത് മാത്രമായിരുന്നു. ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചു വെച്ചതായിരുന്നു മേനോൻ സാറിൻ്റെ സിനിമയും മേനോൻ സാറിൻ്റെ ഓരോ ഷോട്ടുകളും. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സത്യം പറയണമെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞില്ല, ഞാൻ ചെയ്ത സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പി എൻ മേനോൻ സാർ. അത് യാതൊരു സംശയമില്ല. അത് ഞാൻ തിരിച്ച് സാറിനെ പോലത്തില്ല, മനസ്സിലായില്ലേ? കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. എന്താ പറയുക സാർ, ശരിക്കും ഗുരു എന്ന് പറയുന്നത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കമൽ ആദ്യമായിട്ട് പറയുന്നത് കേൾക്കുന്നതായിരിക്കും. പക്ഷേ ഞാനിത് കമലിൻ്റെ നിന്ന് ഒരുപാട് പലതവണ കേട്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മേനോൻ വർക്ക് ചെയ്യുമ്പോഴും അതിനു മുമ്പും പിന്നീടൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംവിധാന രീതിയാണ് മിക്കവാറും എല്ലാ ഡയറക്ടേഴ്സും ഫോളോ ചെയ്യുന്നത്. പക്ഷേ മേനോൻ സാറ് ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റും കൊണ്ട് സാറിൻ്റെ അടുത്ത് ചെയ്യില്ല. ഒരു ഷോട്ട് കഴിയുമ്പോൾ അടുത്ത ഷോട്ടിന് സ്ക്രിപ്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ സാറ് നീ അതങ്ങ് മാറ്റി സ്ക്രിപ്റ്റ് കാണുന്നത് ദേഷ്യമായിരുന്നു സാറിന്. അത് വേണ്ട, കാരണം അത് മനസ്സിലാണ്, സിനിമ മനസ്സിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ സാറ് ഇങ്ങനെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കണമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അവിടെ കാണുന്ന ഒരു പൂവിൻ്റെ ഷോട്ടായിരിക്കും, എനിക്ക് തുമ്പിയുടെ ഷോട്ടായിരിക്കും ചിലപ്പോൾ സാറ് ആദ്യം എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് പോകണം. എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് സാറ് സിനിമ സ്വരൂപിക്കുന്നത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ല, അത് സാറിന് നല്ല
തെറ്റുണ്ടായിരിക്കും. പക്ഷെ എടുത്തു കഴിയുമ്പോൾ സാറ് പറയും ചെയ്യും അത് ഇന്നതിന് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെ വേണം. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് സാറ് സിനിമ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നത്. അതൊരു വല്ലാത്തൊരു കഴിവാണ്. കാരണം പ്രകൃതിയായിട്ട് അത്രമാത്രം ഇഴുകി ചേർന്നുണ്ട്. അതുകൊണ്ടാണ് സാറിൻ്റെ സിനിമകളിൽ വിഷ്വൽസിന് ഇത്രയധികം പ്രാധാന്യം. ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ എന്ന് പറയുന്ന ഈ നവസിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് മേനോൻ സിനിമയെന്നാണ് ശരിക്കും പറഞ്ഞു. പക്ഷെ പിന്നീട് അങ്ങനെയല്ല, അത് ചരിത്രം ആയി മാറിയിട്ടുള്ള വേറെ രീതിയിലായിരിക്കും. പക്ഷേ സത്യമായിട്ടും നവസിനിമ രൂപപ്പെടുന്ന മേനോൻ സിനിമകൾ ഇപ്പോൾ റോസിന്ന് തുടങ്ങി ഓളം തീരത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചെമ്പരത്തി എന്നുള്ള സിനിമ ഉണ്ടാക്കുന്നത് എൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എസ് കെ നായർ അല്ലേ? എസ് കെ നായർ. അതിൻ്റെ റൈറ്ററുണ്ട് ഒരു മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, അവനും വലിയൊരു ഫ്രണ്ടായി. അപ്പോൾ ഒരു കഥ എഴുതി, ഒരു കമേഴ്ഷ്യൽ കഥയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തിനാണ് ഞാൻ ഈ കച്ചവട സിനിമ എടുക്കണമെന്ന് ചോദിച്ചു. ഇത് എടുത്താൽ എന്താ തകരാറ് എന്ന് ചോദിച്ച് അവൻ വലിയ പ്ലാനിൽ പറഞ്ഞു. അപ്പോൾ എസ് കെ നായരും പറഞ്ഞു മേനോൻ അത് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ശരി ഞാൻ എടുക്കാം, എനിക്കിപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതി വെച്ചാൽ ഞാൻ എടുക്കാം തയ്യാർ എന്ന് പറഞ്ഞ് ഞാൻ അതും എടുക്കാനായിട്ട് ശ്രമിച്ചു എന്നല്ലാതെ അതെന്താണ് ബെനിഫിറ്റ് എനിക്ക് പറയാൻ ഒക്കില്ല. അത് തുടങ്ങിയ സമയത്താണ് വയലാർ രാമവർമ്മ പറഞ്ഞത് നല്ല സോങ്സ് വേണം അല്ലെങ്കിൽ എടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന് ഈ സോങ്സ് ഇത്ര അധികം എഴുതണമെന്ന് ചോദിച്ചു. പാവം പറഞ്ഞത് സമ്മതിക്കില്ല, നല്ല പാട്ടുകൾ എഴുതുക, പാട്ട് കൊണ്ടാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൾച്ചറിൽ പാട്ടാണ്, ജനിക്കുമ്പോൾ പാട്ട്, മരിക്കുമ്പോൾ പാട്ട്, 16 അടിയത്തിൻ്റെ പാട്ട്, എല്ലാറ്റിലും സോങ്സാണ് കേരള ഇന്ത്യയുടെ കൾച്ചർ. അതേമാതിരി നിങ്ങളുടെ സിനിമയിൽ പാട്ടിട്ടുണ്ട് ആരും ഇല്ലല്ലോ. നമ്മുടെ വയലാർ എന്നോട് പറഞ്ഞിട്ടാണ് പാട്ടുകൾ ഏറ്റവും നല്ല ഒരുപാട് പാട്ടുകൾ ചെമ്പരത്തി. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഒരു പടം എടുക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ ഇത് എടുത്തപ്പോൾ അത് ഓടിക്കഴിഞ്ഞു. ഞാൻ എടുത്ത പടത്തിൽ ഏറ്റവും അധികം ഓടിയ പടം അതാണ്. അതുപോലെ 4 പടം ഓടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ ഡയറക്ടറായിരിക്കില്ല, കാശുകാരനായിരിക്കും, പണക്കാരൻ, ഒരു കവിയായിരിക്കില്ല. മഹാകവി എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും അധികം എഴുതാറില്ല, അവർ കവിത കാശിന് എഴുതാറില്ല. അതുപോലെ ഞാനും പടം കാശിനെടുക്കാറില്ല. ഈ കമൽ നേരത്തെ പറഞ്ഞല്ലോ സാറിൻ്റെ ഒരു കുടുംബാംഗമായി മാറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 കുടുംബാംഗങ്ങളെ ഒന്നിച്ചിരുത്തിയിട്ട് തന്നെ ഈ കുടുംബത്തിലെ ചില കാര്യങ്ങൾ ഓർക്കാനായിട്ട് നമുക്ക് ചില ക്ലിപ്പിങ്സ് ഒന്ന് കാണാം. അപ്പോൾ ശരിക്കും ആ ഒരു പഴയ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഓർമ്മിക്കാൻ പറ്റും. ജോലി ചെയ്യുന്ന നിലയിലാണ് കൂടുതൽ ഈ ഇൻട്രസ്റ്റും, അതിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ മുഴുവനും അങ്ങൊരു ജീവിച്ചിരിക്കുന്നത്. ഭർത്താവ് എന്ന നിലയിൽ ജീവിക്കണമെന്ന് മാത്രം ചെയ്യണില്ല എന്നല്ല, കൂടുതൽ താല്പര്യവും ജീവിതം ഒഴിഞ്ഞു വെച്ചതും അതിനു വേണ്ടിയായിരുന്നു. ഡയറക്ടറൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര അധികം സഫർ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ ആവണം, കല്യാണം കഴിച്ചു, വൈഫുണ്ട്, കുട്ടികളുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു വലിയ ഡയറക്ടർ ആവണം എന്നുള്ള മോഹം, അത് ഏത് തരത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്ന് വളരെയധികം സഫർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഡയറക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു നല്ല ഡയറക്ടറും ആ സമയത്ത് നിറയെ കിട്ടുന്ന സമയമായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടാണ് ഫിലിം ഡയറക്ഷന് പോയത്. അപ്പോൾ കംപ്ലീറ്റ് ഇൻകം, അന്നൊക്കെ ഇന്നത്തെ മാതിരി ഇല്ലല്ലോ, ഇൻകം വളരെ കുറവായിരുന്നു. ആ ഇൻകം എല്ലാം നിന്നിട്ടാണ് ഡയറക്ഷൻ. എന്നാലും വേണ്ടില്ല നമ്മൾ ഡയറക്ടർ ആവണം. അപ്പോൾ എത്രത്തോളം അതിൽ ആത്മാർത്ഥിയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഞാൻ ഓളവും തീരവും, കുട്ടിയെടുത്തി, പിന്നെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരണം എനിക്കറിയില്ല. പക്ഷേ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല കഥകളായിട്ടും നല്ല ഇതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ PN മേനോൻ എന്നുള്ള വ്യക്തിനെ എനിക്ക് ചെറുപ്പം മുതലേ അച്ഛൻ എന്നുള്ളതിൽ ഞങ്ങൾ കാണുന്നതിന് മുതൽ ഞാൻ ഒരു കലാകാരനായിട്ടും ഒരു സിനിമ ഡയറക്ടറായിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ 20-30 കൊല്ലം അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ഞാൻ ജാസ്തി കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനെ അത് എൻ്റെ അനീതിയായിരിക്കും ജാസ്തി അവൾ അച്ഛനായിട്ട് കണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ അച്ഛനായിട്ട് കണ്ടിട്ടില്ല. ചെറുപ്പം മുതൽ ഞങ്ങൾ സിനിമയായിട്ട് സംസാരിച്ചിട്ടും സിനിമയായിട്ട് വളർന്നിട്ടും ഞങ്ങൾ സിനിമയാണ് ജാസ്തി ഞങ്ങൾ ഇത് കണ്ടിരിക്കുന്നത്. അച്ഛനെ എപ്പോഴും കലാകാരനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് എക്സ്പ്രസീവായിട്ടും ഇമോഷണലായിട്ടും ഫുൾ സ്പിരിറ്റിലാണ് ഫാദറായിട്ട് ആ ഒരു വ്യക്തിനെ കണ്ടിരിക്കുന്നത്. അമ്മടുത്തായാലും ശരി, ഞങ്ങളടുത്തായാലും ശരി, രാത്രി പാട്ട് പാടും ഉറങ്ങാന സമയത്ത്. അതും അച്ഛൻ തന്നെ ഉണ്ടാക്കിയ പാട്ട്, ഒരുപാട് ട്യൂണൊക്കെ വെച്ചിട്ടുള്ള പാട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഐ ഡോണ്ട് തിങ്ക് എനി അതർ ചൈൽഡ്ഹുഡ് എൻജോയ്ഡ് വിച്ച് വി ഹവ് എൻജോയ്ഡ്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ആ ഒരു വോള്യൂം, യു ക്യാൻ കോൾ ഹിം എൻ എൻസൈക്ലോപീഡിയ ഓഫ് എക്സ്പ്രസിങ് ഇമോഷൻസ്. അത് വി സോ ഇറ്റ് ഇൻ ലൈവ് അറ്റ് ഹോം. മലയാളത്തിൽ ഒരു നല്ല സിനിമ
പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് വളരെ വർഷത്തെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ സംവിധാനമൊന്നും തീരുമാനിച്ചിരുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ മിസ്റ്റർ ദാസ്, മോഹൻലാൽ രണ്ടുപേരോടായിട്ട് സംസാരിച്ചിരുന്നു. എൻ്റെ യാദൃശ്ചികമായിട്ട് PM മനോജ് സാറിനെ കാണാനിടയായി. അദ്ദേഹമായിട്ട് ഒരുപാട് നേരം സമയം ചിലവഴിക്കുകയുണ്ടായി. അതിനിടയിൽ കിട്ടിയ നല്ല നിമിഷങ്ങളിൽ ഒരു യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവമാണ് ഈ നേർക്കുനേരെ എന്ന സിനിമ അദ്ദേഹത്തെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ആ അനുഭവം വളരെ നല്ല അനുഭവമായിരുന്നു. അദ്ദേഹത്തിന് എത്ര പ്രശംസിച്ചാലും അത് പാഴാവില്ല. കാരണം മലയാള സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചും സിനിമയ്ക്ക് എത്ര മുടക്ക് വന്നാൽ എത്രത്തോളം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇല്ലാത്തതിനെക്കുറിച്ചും 10-16 വർഷം സിനിമ ചെയ്യാതെ വീട്ടിൽ ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വളരെ നല്ല മുൻധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. മലയാള സിനിമയുടെ നല്ല മാറ്റത്തിന് വഴിതെളിച്ച മേനോൻ സാറിനെ വെച്ചിട്ട് എനിക്കെൻ്റെ ഒരു സിനിമ ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ ഏറ്റവും അധികം അഭിമാനിക്കുന്നു തന്നെ ഞങ്ങൾ പറയും. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ കുടുംബ സുഹൃത്താണ്, വടക്കാഞ്ചേരി അങ്കക്കാട്. അതിനെല്ലാം പുറമെ മദ്രാസിൽ ഒരു കാലത്ത് എൻ്റെ രക്ഷകർത്താവായിരുന്നു. അതിലും ഉപരി സിനിമയിൽ വന്നത് ആദ്യം ദർശനം എന്നൊരു പടത്തിലാണ് ഞാൻ. അത് സംവിധാനം ചെയ്തത് PM മേനോനാണ്. അങ്ങനെ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഔചാരിതമായിട്ട് പിടിച്ചു നിർത്തിയത് PM മേനോനാണ്. അങ്ങനെ ഒരു ഗുരുത്വം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ക്യാമറ മുമ്പിൽ നിൽക്കാൻ പറ്റി എന്നുള്ളത് ഒരു അവിചാരിതമായ ഒരു സംഭവമാണ്. അത് ഇന്ന് എനിക്ക് ഒട്ടും അതിൽ മോശമായിട്ടുമില്ല. അടൂർ സാറിൻ്റെ പടത്തിൽ വരെ അഭിനയിച്ച് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുകയും ചെയ്തു. എന്താണ് PM മേനോൻ എന്ന് അറിയണമെങ്കിൽ അന്നത്തെ ചെമ്പരത്തിയൊക്കെ കാണണം. അതല്ലാതെ ഇപ്പോൾ വെറുതെ PM മേനോൻ എന്ന് പറഞ്ഞാൽ ഒന്നും ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കണം. ഇടയ്ക്കൊരു കഷ്ടകാലം പിന്നെ വന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു അദ്ദേഹത്തിൻ്റെ കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സത്യജിത്രയോ അല്ലെങ്കിൽ ഒരു സ്പീൽബർഗോ കിട്ടുമായിരുന്നു. PN മേനോനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ശുദ്ധമാണ്. അദ്ദേഹത്തിന് ഒരു മനുഷ്യരോടും അസൂയയില്ല, ഒരു മനുഷ്യരോടും പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. ആരെങ്കിലും നല്ല ഒരു വർക്ക് ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയില്ല. അദ്ദേഹം അവരെ വിളിച്ച് അഭിനന്ദിക്കും. വാസ്തവത്തിൽ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മലയാള ഭാഷയ്ക്ക്, മലയാള ഭാഷാ ചിത്രത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ താങ്ക് യു കമൽ, വന്ന് ഇത്രയും നേരം ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ മേനോൻ സാറുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിട്ടാണ്. താങ്ക് യു.